ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ഇന്നത്തെ പത്തനാമാറ്റിൻ്റെ കഥ നോക്കാം കേട്ടോ. കാരണം നമ്മുടെ എന്താ പറയുക, ഇവനെ അനി ആത്മഹത്യ ചെയ്യാൻ പോയിരിക്കുകയാണ്. റെയിൽവേ പാളത്തിൻ്റെ മുകളിൽ കൂടെ ഓടുന്നുണ്ട്, കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പിന്നെ അവനെ അന്വേഷിച്ച് നാട് മുഴുവൻ സച്ചിയും ആദർശും നയനയും അതുപോലെ നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവൻ ബൈക്കൊക്കെ എവിടേക്കോ ഒതുക്കി വെച്ചിട്ട് പോവുകയാണ് മരിക്കാൻ. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല, നന്ദുവിനെ കിട്ടില്ല. നന്ദുവിന് വേറൊരാളായിട്ട് കല്യാണം ഏതാണ്ട് തീരുമാനിച്ച പോലെ ഇനിയിപ്പോൾ അവളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് പുള്ളി പോവുകയാണ് പാലത്തിൻ്റെ മുകളിൽ കൂടെ. അങ്ങനെ അപ്പോൾ ആകെ അന്വേഷണമാണ്. പിന്നെ ഈ ചെക്കന്മാർ അവൻ്റെ കൂടെ രാകേഷും വേറെ മറ്റൊരു പയ്യനും കൂടെ ഒരു കടയിലൊക്കെ പോയി ചോദിക്കുന്നുണ്ട്. ഇവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയും, ചേട്ടാ ഞങ്ങളെ കൂടെ വരുന്ന അവൻ ഇന്ന് അനി ഈ വഴിയെങ്ങാനും വന്നിരുന്നു നോക്കുമ്പോൾ ഇല്ലല്ലോ, ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അയാൾ. അപ്പോൾ എന്താ നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ ഫോൺ വെച്ച് അവർ ബൈക്ക് കയറുമ്പോഴേക്കും നന്ദനെ വിളിക്കുക, നന്ദു വിളിക്കുക. അപ്പോൾ എന്താടി എന്തെങ്കിലും ആയി വയ്ക്കുമ്പോൾ ഇല്ല, ഇവൻ എവിടെ പോയി കിടക്കണോ തൂറ്റു അവനെയും കൊണ്ട്, ഇവൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ തരുന്നത് അറിയും. അപ്പോൾ പറയും എങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയണം. എന്തായാലും ഞാനൊന്നും കൂടെ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം അന്വേഷിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ. അവർ രണ്ടാളും ഒരു വഴിക്ക്, ആദർശം തന്നെ വേറൊരു വഴിക്ക്, നന്ദു വേറൊരു വഴിക്ക്. അങ്ങനെ സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ പോരുന്ന സമയത്ത് ഒരു കോള് വരുന്നുണ്ട് നന്ദുവിന്. അപ്പോൾ ഇവൻ്റെ സൈബർ സെല്ലിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവൻ്റെ ഫോൺ നമ്പർ ലൊക്കേറ്റ് ചെയ്തിട്ടാണോ വിളിക്കണതെന്ന് അറിയില്ല. അപ്പോൾ ആണോ ശരി എന്നൊക്കെ അവളിങ്ങനെ പറയുന്നത് ഇങ്ങനെ ചുണ്ടനൊക്കെ കൊണ്ട് മനസ്സിലാക്കാം. ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ സ്കൂട്ടർ എടുത്ത് പോകുന്ന ആ സമയത്ത് ഒരു കുടിയൻ സൈക്കിളും കൊണ്ട് ഇവൾക്ക് വട്ടം ചാടും. അപ്പോൾ വട്ടം ചാടുമ്പോൾ ആഹാ നീ ഇത്ര ധൃതി പിടിച്ചിട്ട് എങ്ങോട്ടാ പോണേ എന്നൊക്കെ ചോദിച്ചാൽ അയാളിങ്ങനെ കള്ളു പിടിച്ചെന്നാട്. അപ്പോൾ പറയും ചേട്ടാ ഒന്ന് മാറ്, പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു വഴി പോകാണ്ട് പറയുമ്പോൾ എത്ര അത്യാവശ്യം അങ്ങനെ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ ഇവളുടെ വഴി മുടക്കുകയാണ്. ഇവളാണെങ്കിൽ അനിയനെ തിരഞ്ഞു പോകാനുള്ള വെപ്രാളത്തിലും അതിൽ വഴിന്ന് മാറ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അയാൾ അനങ്ങുന്നില്ല. അവസാനം അവൾ ഞാൻ ആരാ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സ്കൂട്ടറിന് പോകുന്നിട്ട് പിന്നെ സൈക്കിളും അയാളും കൂടി തട്ടി മറിച്ചിട്ടിട്ട് പിന്നെ ഇവൾ സ്കൂട്ടർ എടുത്ത് പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആദർശും പിന്നെ നയനയും പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. ഇവനെ കൊണ്ട് തോറ്റ്, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ആയി ചെയ്യുക, ഒന്നും ഒരു കടുകയും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയേണ്ട ആദർശ്. അപ്പോൾ നയന പറയുന്നുണ്ട് ചേട്ടാ അങ്ങനെ ആദർശേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, അവനൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നത്. അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് സങ്കടം തീരില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാകേഷ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്തെങ്കിലും വിവരം കിട്ടിവെക്കുമ്പോൾ ഇല്ല മോനെ ഒരു വിവരം കിട്ടിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടി വയ്ക്കുമ്പോൾ ഇല്ല. നന്ദുവിനെ വിളിച്ച് പറഞ്ഞു, നന്ദുവിനും കിട്ടിയിട്ടില്ല, ആർക്കും ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ പറയും എന്താ ചെയ്യുക ഞങ്ങൾക്ക് അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം ചേച്ചി വിഷമിക്കേണ്ട, ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ വേറൊരു വഴിക്കാണ് അന്വേഷിക്കുന്നത്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ചേച്ചി ഞങ്ങളെ അറിയിക്കണേ, ഞങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ ചേച്ചീനെയും അറിയിക്കാം എന്ന് പറയുകയാണ്. ആ ശരി മോനെ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മളുടെ നന്ദു ഓടി റെയിൽവേ പാളത്തിൻ്റെ മുകളിൽ എത്തുന്നുണ്ട്. അവൾ സ്കൂട്ടർ അവിടെ ഒതുക്കി വെച്ചിട്ട് റെയിൽവേ പാളത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ നോക്കുമ്പോൾ കാണാൻ അനി ഇങ്ങനെ കണ്ണും തുടച്ചിങ്ങനെ പോവാം. വണ്ടിയൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ, വണ്ടിയുടെ മുന്നിൽ ചാടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ. അപ്പോഴേക്കിനും ഈ വണ്ടി വരുന്നത് കാണാം. അപ്പോൾ അവൾ നന്ദു വിളിക്കുകയാണ്, അനി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ അനി ഏതനി? അനി തിരിഞ്ഞു നോക്കിയിട്ട് മൈൻഡ് ചെയ്യാണ്ട് പിന്നെയും പോവുകയാണ്. ഇന്ന് ഒന്നെങ്കിൽ ജീവിതം അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരൊറ്റ ദൃഢനിശ്ചയത്തിലാണ് നമ്മുടെ അനി. അങ്ങനെ അനി വീണ്ടും പാളത്തിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദു ഫോളോ ചെയ്ത് അവനെ പിടിച്ച് മാറ്റുമ്പോഴേക്കും ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെ പിൻകഴുത്തിലാണ് ഈ കോളറിന് പിടിച്ചിട്ടാണ് വലിച്ച് മാറ്റുന്നത്. അപ്പോൾ പറയും നീ എന്താ അനി ചെയ്യുന്നത്, നീ മരിക്കാനാണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, ഇവിടെ എന്തിനാ എന്നെ രക്ഷിച്ചത് നീ, എനിക്ക് ജീവിക്കണ്ട, മതിയായി. നിൻ്റെ വീട്ടിൽ പോയപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു, എനിക്കറിയാം അവർക്ക് ഒരിക്കലും നിന്നെ എനിക്ക് തരാൻ താല്പര്യമല്ല, പിന്നെ എൻ്റെ ജീവിതം നശിച്ചു, അവളെപ്പോലെ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ എൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം. അല്ലെ പറയും അങ്ങോട്ട് എനിക്ക് ഇനി ജീവിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്നത്. നമ്മളെ നന്ദു മോന്തയ്ക്ക് ഒരൊറ്റ നാട് കൊടുക്കും. ഞാനത് പ്രതീക്ഷിച്ചതായിരുന്നു. നന്ദു എന്തായാലും അന്ന് കൊടുത്തു നന്നായി. കൈ വീശി ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് മോന്തയ്ക്ക്. എന്നിട്ട് നീ എന്താ ചെയ്യാൻ പോണത് എന്ന് ചോദിക്കുകയാണ്. നീ മരിച്ചിട്ട് ഞാനെന്ത് ചെയ്യും, എനിക്ക് ആരാ ഉള്ളത്, നീ പോയി കഴിഞ്ഞാൽ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണോ നിൻ്റെ വിചാരം എന്ന് ചോദിക്കുമ്പോഴാണ് അനിത ഞെട്ടുന്നത്. അപ്പോൾ ആര് വന്നാലും, ഒരു CI വന്നാലും ആര് വന്നാലും ശരി, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല അനി, അത് നിനക്ക് മനസ്സിലായില്ലേ, ഞാനൊരു
കഴുത്തിൽ എൻ്റെ കഴുത്തിൽ താലി ചാർത്തണത് നീ മാത്രമേ ഉള്ളൂ, അത് ഞാൻ തീരുമാനിച്ചതാണ്. എന്നിട്ടാണോ നീ ചെയ്യുന്നത്? നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവുമോ? ഞാനും നിൻ്റെ അടുത്തേക്ക് വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ അനി പിന്നെയും ഇവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, നമ്മളെ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ പറയും നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുക. അപ്പോഴേക്കും പിന്നെ കനകയും ഗോവിന്ദനുമാണ് അവർ തമ്മിൽ സംസാരിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ പയ്യനാണെങ്കിൽ മനസ്സിന് തീരെ കട്ടിയില്ലാത്ത സ്വഭാവം, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളുടെ നിസ്സഹായാവസ്ഥയല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ രണ്ടാളുടെ പിന്നാലെ ഒരാളെയും കൂടി അവിടേക്ക് പറഞ്ഞയക്കാൻ താല്പര്യമില്ലാത്ത കാര്യമല്ലേ പറഞ്ഞ്. പിന്നെ അതല്ല, ഇപ്പോഴത്തെ CI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നന്ദുവിന് ചേരുന്ന പയ്യനാണ്. പിന്നെ അത്രയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും ശല്യപ്പെടുത്തരുതെന്നല്ലേ പറഞ്ഞത്. അതൊക്കെ ആ കുട്ടിക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എവിടെ പോയിട്ട് അന്വേഷിക്കുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ നന്ദു പോലീസ് സ്റ്റേഷനിലേക്കാണോ പോയത്, അതോ ഇവനെ അന്വേഷിക്കാൻ പോയതാണോ, ഒന്നും അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ കനക പറയും, ഗോവിന്ദേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, CI ഉണ്ടാവുമല്ലോ പോലീസ് സ്റ്റേഷനിൽ, നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ച് നന്ദു അങ്ങോട്ട് വന്നോന്നൊന്ന് ചോദിച്ചാലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ പറയും, അത് ശരിയാവില്ല, കാരണം അവൻ നാളെ കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണാണ് നന്ദു. ഇനിയിപ്പോൾ നന്ദു അവിടെ ചെല്ലാണ്ടേ അനീനെ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ, നമ്മളപ്പോൾ ചോദിക്കുന്ന പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ട് കനക. എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നയനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. മോളാണ് വിളിക്കുന്നത്, മോള് ഇപ്പോൾ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും വിളിക്കുകയാണ്. അപ്പോൾ എന്താ മോളെ, എന്താ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും നന്ദു ഉണ്ടമ്മേ അവിടെ ചോദിക്കുമ്പോൾ, ഇല്ല നന്ദു സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്, പിന്നെ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്, പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയും. ഇപ്പോൾ പുറത്ത് സ്റ്റേഷനിലേക്കാണോ ചോദിക്കുമ്പോൾ, സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്തേ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. എന്താ മോൾ എന്തെങ്കിലും വിശേഷം വെച്ചപ്പോൾ ഒന്നുമില്ല പറഞ്ഞിട്ട് അവൾ പിന്നെ വിളിക്കാനിട്ട് പെട്ടെന്ന് ഫോൺ വയ്ക്കും. അപ്പോൾ കനക പറയും, എന്താ അങ്ങനെ പറഞ്ഞത്, പെട്ടെന്ന് ഫോൺ വെച്ചല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗോവിന്ദേട്ടാ? നന്ദു എവിടെയെന്ന് ചോദിച്ചത്, നന്ദു സ്റ്റേഷനിലേക്ക് പോയെന്ന് പറയുകയും ചെയ്തു, ഇനി വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കാം എന്നറിയാം, എന്നാലും മനസ്സിലൊരു ഭയം ഇല്ലാതില്ല കനക എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ നന്ദുവും അനിയും കൂടെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്നു. അവരിങ്ങനെ സംസാരിക്കാൻ രണ്ടാളും കൂടെ അടുത്തടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാം, നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെ ഈ വിജനമായ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ എന്ത് പണിയാണ് കാണിച്ചത്, നീ ഒരു നിമിഷം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ, നീ എന്നെക്കുറിച്ച് ആലോചിച്ചോ, നീ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോയത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല ഇതുവരെ, ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് നിന്നെയാണ്, എന്നിട്ട് നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവുമോ, നമുക്കത് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ഞാനും നിൻ്റെ അടുത്തേക്ക് വരില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, എനിക്കറിയില്ല, നിൻ്റെ അച്ഛനും അമ്മയും അവരുടെ നിസ്സഹായാവസ്ഥയാണ് അവർ പറഞ്ഞത്, പക്ഷേ അത് എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമായിരുന്നു, നിന്നെ നഷ്ടപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, അങ്ങനെ അയാൾ ആ CI ശരിയല്ല എന്ന് പറയും. അപ്പോൾ ഇനി പറയും, ശരിയാണ്, എനിക്കും തോന്നിയിട്ടുണ്ട് അയാൾ ശരിയല്ല, രണ്ട് നിലപാടുള്ള ആളാണ്, അങ്ങനെയുള്ള ഒരാളായിട്ടുള്ള ജീവിതം തന്നെ എനിക്കിഷ്ടമല്ല, ഞാൻ ആലോചിക്കുന്നത് ഒന്നില്ലെങ്കിൽ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ട്രാൻസ്ഫർ വാങ്ങി ദൂരെ എവിടെയെങ്കിലും പോവും, അയാളിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ. എനിക്ക് ഒന്നാമത് ഈ കല്യാണം എനിക്ക് ഇഷ്ടമല്ല അറിയും. അപ്പോൾ പറയും, ഏതെങ്കിലും തരത്തിൽ ഈ കല്യാണം നടന്നാൽ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അനി. അപ്പോൾ പറയും, എൻ്റെ സമ്മതമില്ലാണ്ട് എൻ്റെ കല്യാണം നടത്തുമോ, അതൊരിക്കലും ഉണ്ടാവില്ല അറിയും, ഒന്നില്ലെങ്കിൽ അത് റിസൈൻ ചെയ്യുന്ന പറയും. അപ്പോൾ നീ എന്തിനാണ് വിഷമിക്കുന്നത്, നമുക്ക് നമ്മുടെ കമ്പനിയില്ലേ, ഞാനും നീയും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് പോവാം, ജോലിക്ക് പോകാം, ഒരുമിച്ച് വരാം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അതൊന്നും വേണ്ട, നമ്മൾ ഒരുമിച്ച് കൂടുതൽ നേരം ഇരിക്കുമ്പോൾ ഈ സ്നേഹമൊക്കെ അങ്ങ് പോകും എന്ന് പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ അതൊന്നും വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നാളും കൂടി ഇങ്ങനെ സ്നേഹിച്ച് നടക്കാം, ആരും അറിയാതെ, അതാ നല്ലത്. പെട്ടെന്ന് എടിപിടിയെന്നൊന്നും എന്തായാലും നമ്മളെ കല്യാണം നടത്താൻ ആരും സമ്മതിക്കില്ല, രണ്ട് വീട്ടുകാരും സമ്മതിക്കില്ല, പിന്നെ അവരെ ധിക്കരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് കുറച്ച് നാളും കൂടി നമുക്കിങ്ങനെ പോവാം എന്ന് പറയണം. അപ്പോഴേക്കും ഇവിടെ നയനിയും ആദർശവും തെരഞ്ഞും കൊണ്ട് നടക്കുകയാണ് ഇവരേനെ, ആ പയ്യന്മാരും. എന്നാൽ ഇവന്മാർ പറയണ്ടേ, എനിക്ക് അനിയെ കണ്ട് കിട്ടിയെന്ന് പറയണോ, അതുമില്ല. അപ്പോൾ ആദർശ് നയനെ വിളിക്കുകയാണ് നന്ദുവിനെ വിളിക്കുമ്പോൾ നന്ദു ഫോൺ എടുക്കണ്ട പറയണ്ട അനി. അല്ല ചേച്ചിയാണ് വിളിക്കുന്നത്, എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുക. അപ്പോൾ ചേച്ചി എന്ന് വിളിക്കുക. അപ്പോൾ നീ ഇതെവിടെ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റേഷനിലാണ്, എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, അല്ല അനിയുടെ പേര് എനിക്കെന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അവൾ അറിയാത്ത പോലെ. അപ്പോൾ നീയൊന്നും അറിഞ്ഞിട്ടില്ലേ, അനി എന്തോ പുറത്തങ്ങോട്ട് പോയതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവളിങ്ങനെ അനിയനെ നോക്കി ചിരിക്കുന്നുണ്ട്, കണ്ണിറക്കി നോക്കുന്നുണ്ട്, അനി തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയും,
പിന്നെ ഞാൻ സ്റ്റേഷനിലാണ്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നീ അനിയെ കണ്ടിരിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുകയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ നീ ചേച്ചി വിളിച്ച് നമുക്ക് പോവാം, നീ വീട്ടിൽ പോകാൻ നോക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട, നമുക്ക് കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് പോകാൻ നന്ദു എന്ന് പറയാം. അപ്പോഴൊക്കെ അവനങ്ങനെ സ്നേഹം അങ്ങോട്ട് വഴിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ പറയാം വേണ്ട നീ നമുക്ക് ഇനി കാണാമല്ലോ, ഇനിയിപ്പോൾ ചേച്ചി അന്വേഷിച്ചിട്ട് നമ്മളെ ചെന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, നമുക്ക് പോവാം എന്ന് പറയുകയാണ്. പറ്റില്ല കുറച്ച് നേരം കൂടി ഇരിക്കുക എന്താന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ കുഞ്ഞു പിള്ളേർ കൊഞ്ചുന്ന പോലെ കൊഞ്ചുന്നുണ്ട് നമ്മുടെ ആനി. അങ്ങനെ അപ്പോൾ പറ്റില്ല നമുക്ക് പോവാം, നീ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നതാണ്. ശരി എന്നിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടുന്ന് കൈയും കോർത്ത് ഭയങ്കര സ്നേഹത്തോടു കൂടി പോരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവരിങ്ങനെ മറ്റേ ആദർശും നയനിയും ഇനി വിളിക്കാനും പറയാനും എവിടെയില്ല, അന്വേഷിക്കാവുന്നിടത്തോളമൊക്കെ അന്വേഷിച്ചു. ഇവൻ പോകുന്ന സ്ഥലങ്ങളിൽ കൂടെയൊക്കെ അവർ പോയി നോക്കിയിട്ടും യാതൊരു പിന്നെ ഇതും കിട്ടിയിട്ടില്ല, ഇവനെക്കുറിച്ചുള്ള വിവരവും കിട്ടിയിട്ടില്ല. അങ്ങനെ പോകുമ്പോൾ കാണാം അനിയുടെ ബൈക്ക് ഇങ്ങനെ മുന്നിൽ പോകുന്നു. ഇവരുടെ കാറിൻ്റെ മുന്നിൽ കാണാം ബൈക്ക്, പിറകിൽ കാണാം നന്ദു ഹെൽമെറ്റും വെച്ചിട്ട് നന്ദു കാണാം ബൈക്കിൻ്റെ പിറകിലിരിക്കുന്നു. അത് അപ്പോൾ കാണാം നന്ദു അനിയുടെ ബൈക്കല്ലേ പോണേ എന്ന് ചോദിക്കേണ്ട ആദർശ്. അപ്പോൾ പറയാം അതേലോ എന്ന് പറയാം. അപ്പോൾ ടൗണിൽ തന്നെയാണ്. അതിൽ പെട്ടെന്ന് ആദർശ് ബൈക്ക് കാർ ഓവർടേക്ക് ചെയ്തിട്ട് ബൈക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അതിൽ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അനി വേഗം ബൈക്ക് ചവിട്ടി അവനും ഇറങ്ങും. അതിലും അറിയും അയ്യോ ആദർശേട്ടനാണല്ലോ അറിയും. അങ്ങനെ അപ്പോൾ ഇവള് തലേന്ന് ഹെൽമെറ്റ് എടുക്കുന്നില്ല. അപ്പോൾ നീ ഇത് എവിടെയായിരുന്നു അനി, നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ ഇനി നടക്കാൻ എവിടെ ഒരു സ്ഥലമില്ല ബാക്കിയില്ല, നീ ഇത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാരും നിൻ്റെ കൂടെ എന്ന് ചോദിക്കണം. അപ്പോൾ ഇവള് ഹെൽമെറ്റ് വരുന്നില്ല കേട്ടോ. അത് നയനയ്ക്ക് മനസ്സിലായി ആരാന്നുള്ളത്. അപ്പോൾ പറയും ഇത് ആരായിരിക്കുമ്പോൾ അവൾ ഹെൽമെറ്റ് വരുമ്പോൾ നന്ദുവാണ്. അതിൽ ഇവരാകെ അന്തം വിട്ട് നിൽക്കുകയാണ് ആദർശ്. കാരണം ഇനി എന്ത് വന്നാലും വേണ്ടില്ല ആദർശിനെ നന്ദുവിനെ തന്നെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളൊരു മനസ്സിലെത്തിയിരിക്കുകയാണ് ആദർശ്. പിന്നെ ഈ നയന അടങ്കോലിടുന്നതുകൊണ്ടാണ് പിന്നെയും പിന്നിക്ക് നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് നന്ദുവിനെയും അനിയനെയും കൂടെ കാണുമ്പോൾ ആദർശ് നയനെ ആകെ അങ്ങനെ അന്തം വിട്ട് നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ മരിക്കാൻ പോയിടത്തുനിന്ന് നമ്മൾ അനിയനെ കൂട്ടിക്കൊണ്ട് വീണ്ടും രണ്ടാമതും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മളുടെ നന്ദു. ഇനി കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.